ആഫ്റ്റർനൂൺ മൈൻഡായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് തോന്നുന്നു. അതെ ടീച്ചർ. നമുക്കപ്പോ തുടങ്ങാം. നിങ്ങൾക്ക് ഏതൊക്കെ ജിയോമെട്രിക്കൽ ഷേപ്സ് അറിയാം? ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ. ഒരുപാടുണ്ട്. പാരലോഗ്രാം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പാരലോഗ്രാം ഒരു ക്വാഡ്രിലാറ്ററൽ അറിയാമോ? ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ അത് ശരി പറയാം. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാകും. 4 വശമുള്ള ഒരു അടങ്ങിയ രൂപത്തിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ പാരലോഗ്രാം ഒരു ക്വാഡ്രിലാറ്ററൽ ആണോ? ജിയോമെട്രിക്കൽ ഷേപ്പ് ആണോ? അപ്പൊ നമുക്കിന്ന് പാരലോഗ്രാമിനെ കുറിച്ച് പഠിക്കാം. എന്താണ് പാരലോഗ്രാമിന്റെ ഏരിയ കാണാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നോട്ട് ടീച്ചർ ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് പാരലോഗ്രാം ഈസ് എ ക്വാഡ്രിലാറ്ററൽ whose sides are പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതൊരു പാരലോഗ്രാം ആയിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. ഈ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ അറിയാമോ? ഇല്ലല്ലോ. പക്ഷേ ഞാൻ ഈ പാരലോഗ്രാമിന് എന്ത് ചെയ്ത് ഡയഗണൽ വരച്ചു. അപ്പൊ ഇതെന്തായി? 2 ട്രയാങ്കിൾ. ട്രയാങ്കിൾസിന്റെ ഏരിയ അറിയാം. അപ്പൊ നമുക്ക് ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പാരലലോഗ്രാമിന്റെ ഏരിയ കിട്ടും. നമുക്കത് കാണാം. ഒരു ബേസ് 3 ഹൈറ്റ് 2മായ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ബി എച്ച്. ഇവിടെ എഴുതട്ടെ, കുഴപ്പമില്ലല്ലോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി എത്ര? 3. എച്ച് എത്ര? 2. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 6. 6ന്റെ ഹാഫ് എത്രയാണ്? 3. ആൻസർ നമുക്ക് എത്രയെന്ന് കിട്ടും? 3 സെന്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഞാൻ വിളിക്കാം. നിങ്ങൾ അത് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒട്ടിക്കട്ടെ. ഓക്കെ ടീച്ചർ. ഒരു ട്രയാങ്കിളിന്റെ ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഏരിയ കണ്ടു. ട്രയാങ്കിളിന്റെ ഏരിയ അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2 ഇൻറ്റു ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? പാരലലോഗ്രാം. പാരലോഗ്രാമിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ അപ്പൊ ഇത് എത്രയായിരിക്കും? 20. 20. ഇനി ആൻസർ ആരോ?
428. 28. അതിന്റെ half into 28 എന്താ? 4 അപ്പൊ നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കിട്ടും. നമുക്ക് ഏരിയയാണ് പാരലോഗ്രാം. കൃഷ്ണ ക്യൂബോ സെന്റിമീറ്റർ ക്യൂബോ? ഓക്കെ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടിയാൽ നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ പിടിച്ചൂടെ? അപ്പൊ എന്താണ് പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? 2 into ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് പാരലോഗ്രാം. എങ്ങനെ കണ്ടുപിടിക്കും? 2 into BH into 2 അല്ലെങ്കിൽ 2 into half BH അല്ലേ? അപ്പൊ ഈ 2 into നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ആൻസർ എന്ത് വരും? BH. BH. അപ്പൊ ഏരിയ ഓഫ് എ പാരലോഗ്രാം BH. BH. ബേസ് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ബേസ് ഹൈറ്റ് തരാന് find the area of a parallelogram. തോന്നുന്നുണ്ട്. ഈ പാരലോഗ്രാമിന് നമുക്ക് എന്ത് വേണം? ബേസ് വേണം, ഹൈറ്റ് വേണം. പാരലോഗ്രാമിന്റെ പേരെന്താ? ABC പാരലോഗ്രാം. ഇതിൽ AC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. സൈഡ്സ് എല്ലാം എന്താണ്? 6 സെന്റിമീറ്റർ. ഹൈറ്റ് ഇതിൽ തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയും തന്നിട്ടുണ്ട്? 3.5 എന്ന് നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. കണ്ടുപിടിച്ചൂടെ? പിടിക്കാമോ? കണ്ടുപിടിക്കാൻ Area of parallelogram is equal to equation എന്താണ്? BH. ഇവിടെ B എന്താണ്? H എന്താണ്? B base എത്ര? 6. Height എത്ര? 3.5. കൊടുത്തിട്ട് ചെയ്യണോ? അല്ലെ ആൻസർ ചെയ്യണോ? 21 ചെയ്തോ? 21 centimeter square. സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഏരിയ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാം. ബേസ് ഹൈറ്റും ഒക്കെ